നമസ്കാരം. ഇന്ന് മെയ് 19 ഞായറാഴ്ചയാകുന്നു. ചില അത്ഭുതകരമായ കാര്യങ്ങൾ ജ്യോതിഷത്തിൽ സംഭവിക്കുന്നതായ ദിവസം എന്ന് തന്നെ പറയാം. ഇന്നേ ദിവസം ഈ കാര്യങ്ങളാൽ ചില രാശിക്കാർക്ക് ഏറ്റവും വിശേഷപ്പെട്ടതായ ഫലങ്ങൾ വന്ന് ചേരുന്ന സമയം എന്ന് തന്നെ പറയാം. ഇന്നേ ദിവസം ജ്യോതിഷപ്രകാരം സംഭവിക്കുന്നതായ അത്ഭുതകരമായ കാര്യങ്ങൾ ഇപ്രകാരമാകുന്നു. ചന്ദ്രൻ ബുധന്റെ രാശിയായ കന്നി രാശിയിൽ സഞ്ചരിക്കുന്നതാകുന്നു. കൂടാതെ ഇന്ന് വൈശാഖ മാസത്തിലെ കൃഷ്ണപക്ഷത്തിലെ ഏകാദശി തിഥി കൂടിയാകുന്നു. ഈ തീയതിയിലാണ് മോഹിനി ഏകാദശി വ്രതം നാം ആചരിക്കുന്നത്. വിശ്വാസങ്ങൾ അനുസരിച്ച് മഹാവിഷ്ണു ഭഗവാൻ മോഹിനി അവതാരം എടുത്തത് ഈ ദിവസമാകുന്നു. മോഹിനി ഏകാദശി നാളിൽ പുഷ്കരയോഗം, സർവാർത്ഥസിദ്ധി യോഗം, അമൃതസിദ്ധി യോഗം, അത്തം നക്ഷത്രം എന്നിവയുടെ ശുഭകരമായ സംയോജനവും നടക്കുന്നുണ്ട്. അതിനാൽ തന്നെ ഇന്നേ ദിവസം രൂപാന്തരപ്പെടുന്ന ഈ യോഗങ്ങൾ ചില രാശിക്കാർക്ക് ഏറ്റവും ശുഭകരമായ ഫലങ്ങൾ നൽകുന്നു എന്ന് തന്നെ പറയാം. ഏതെല്ലാം രാശിക്കാർക്കാണ് ഇത്തരത്തിൽ സൗഭാഗ്യങ്ങൾ തേടിയെത്തുന്നത് എന്ന് വിശദമായി മനസ്സിലാക്കാം. ഈ പരാമർശിക്കുന്നത് പൊതുഫല പ്രകാരമാകുന്നു. അതിനാൽ തന്നെ നിങ്ങളുടെ ജാതക പ്രകാരം ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ വന്ന് ചേരാവുന്നതാകുന്നു. ആദ്യത്തെ രാശിയായി പരാമർശിക്കുവാൻ സാധിക്കുന്നത് മേടം രാശിയാണ്. മേടം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇന്നേ ദിവസം, അതായത് മെയ് 19, ഏറ്റവും ശുഭകരമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതായ ദിവസമാകുന്നു. ഇന്നേ ദിവസം പൊതുഫലപ്രകാരം നോക്കുകയാണ് എങ്കിൽ ഈ നക്ഷത്രക്കാരുടെ മനസ്സ് ശാന്തമായിരിക്കുകയും മറ്റു ദിവസങ്ങളെ അപേക്ഷിച്ച് ഇന്നേ ദിവസം അല്പം സന്തോഷം, സമാധാനം എന്നിവ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതായ ദിവസമായി മാറും. കൂടാതെ ഇന്നേ ദിവസം പല കാര്യങ്ങളും ആസൂത്രണം ചെയ്യുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു. ഭാവിയിലേക്ക് ഉപകാരപ്പെടുന്നതായ കാര്യങ്ങൾ പോലും ആസൂത്രണം ചെയ്യുവാൻ സാധിക്കും എന്ന് തന്നെ പറയാം. പ്രണയ ജീവിതം നയിക്കുന്നവർക്ക് ഇന്നേ ദിവസം ശുഭകരമായ ഫലങ്ങൾ വന്നു ചേരാം. കൂടാതെ ഇന്നേ ദിവസം ഏതൊരു വ്യക്തിയുമായി ബന്ധപ്പെട്ടും നിങ്ങൾക്ക് വിശ്വാസ്യത വർദ്ധിക്കുകയോ അതിന് സഹായകരമാകുന്ന ചില കാര്യങ്ങൾ സംഭവിക്കാനോ സാധ്യത വളരെ കൂടുതലാണ് എന്ന് തന്നെ പറയാം. കൂടാതെ ഇന്നേ ദിവസം ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ചില തീരുമാനങ്ങൾ കൈക്കൊള്ളുകയോ ആ തീരുമാനങ്ങൾ നിങ്ങൾക്ക് വളരെ അനുകൂലമായി തീരുകയോ ചെയ്യാം. അത്തരത്തിൽ ശുഭകരമായ ഫലങ്ങൾ വന്നു ചേരാം. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. ഇന്ന് പ്രതീക്ഷിക്കാതെ തന്നെ ധനപരമായ നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതായ ദിവസമാകുന്നു. കൈവായ്പകൾ നൽകിയിട്ടുണ്ട് എങ്കിൽ കൈവായ്പകൾ പോലും ഇന്നേ ദിവസം തിരികെ ലഭിക്കുവാൻ സാധ്യത കൂടുതലാകുന്നു. അപ്രതീക്ഷിതമായി ധനം ലഭിക്കാനുള്ള സാധ്യതകളുണ്ട് എന്ന് തന്നെ പറയാം. സാമ്പത്തിക സ്ഥിതി ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. കൂടാതെ ഇന്നേ ദിവസം ചില അവസരങ്ങൾ, ശുഭകരമായ ഫലങ്ങൾ നൽകുന്നതായ ചില അവസരങ്ങൾ ലഭിക്കുന്നതാകുന്നു. കുടുംബജീവിതം ഇന്നേ ദിവസം പൊതുവെ ശുഭകരമായി തീരും എന്ന് തന്നെ പറയാം. അംഗങ്ങൾക്കിടയിൽ സ്നേഹം വർദ്ധിക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാണ് എന്ന കാര്യം ഓർക്കുക. പരസ്പര സഹകരണം ഇന്നേ ദിവസം വന്നു ചേരാം. സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ടും ഇന്നേ ദിവസം അനുകൂലമായ കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് എന്ന കാര്യവും ഓർക്കുക. മറ്റൊരു രാശിയായി പരാമർശിക്കുന്നത് കർക്കിടകം രാശിയാകുന്നു. കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇന്നേ ദിവസം വളരെ ശുഭകരമായി തീരുന്നതായ ദിവസം എന്ന് തന്നെ പറയാം. കാരണം പല രീതിയിലുള്ള അനുകൂലമായ മാറ്റങ്ങൾ ഇന്ന് മെയ് 19 ഞായറാഴ്ച നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാം. ഇന്നേ ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ പല തരത്തിലുള്ള വെല്ലുവിളികളുണ്ട് എങ്കിൽ അതിൽ പലതും പരിഹരിക്കുവാനോ ധൈര്യത്തോടെ നേരിടുവാനോ നിങ്ങൾക്ക് സാധിക്കും. തന്മൂലം അത്തരം പ്രശ്നങ്ങളെ ഒഴിവാക്കുവാനും അത്തരം കാര്യങ്ങളിൽ വിജയങ്ങൾ കരസ്ഥമാക്കുവാനും സാധ്യത വളരെ കൂടുതലാണ് എന്ന് തന്നെ പറയാം. സ്വാധീനമുള്ള വ്യക്തികളെ ഇന്നേ ദിവസം പരിചയപ്പെടുകയോ അവരുമായി ബന്ധപ്പെട്ട് അനുകൂലമായ കാര്യങ്ങൾ സംഭവിക്കുകയോ ചെയ്യുവാൻ സാധ്യത കൂടുതലാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. ഇന്നേ ദിവസം വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് ചില അനുകൂലമായ കാര്യങ്ങൾ ചിന്തിക്കുകയോ അത്തരം തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ സാധ്യത കൂടുതൽ തന്നെയാകുന്നു. വിദേശവുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ചില ഫലങ്ങൾ, ചില വാർത്തകൾ കേൾക്കുവാനുള്ള സാധ്യതകളുണ്ട്. വിദേശത്തേക്ക് പോകുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ ചില വാർത്തകൾ ലഭിക്കാം.
ഭാഗ്യം നിങ്ങൾക്ക് അനുകൂലമായി തീരുന്നതായ അവസരം കൂടിയാണ് എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. കഠിനാധ്വാനത്താൽ വിജയങ്ങൾ കൈവരിക്കുവാനും നേട്ടങ്ങൾ കൊയ്യുവാനും സാധിക്കുന്നതായ ദിവസമാണ് എന്ന് തന്നെ പറയാം. പങ്കാളിത്ത ബിസിനസ്സുമായി ബന്ധപ്പെട്ടും ഇന്നേ ദിവസം ലാഭം വർദ്ധിക്കുകയോ അനുകൂലമായ ഫലങ്ങൾ വന്ന് ചേരുകയോ ചെയ്യാം. പങ്കാളിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അനുകൂലമായ ബന്ധങ്ങൾ വന്നു ചേരും. പങ്കാളിയുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും. സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ടും ഇന്നേ ദിവസം അനുകൂലമായ കാര്യങ്ങൾ സംഭവിക്കും. അനുകൂലമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും എന്ന് തന്നെ പറയാം. കൂടാതെ ഇന്നേ ദിവസം നിങ്ങൾക്ക് കുടുംബാംഗങ്ങളൊത്തും സുഹൃത്തുക്കളുമൊത്തും കൂടുതൽ സമയം ചെലവഴിക്കാനുള്ള അവസരങ്ങൾ പോലും വന്നു ചേരാം. കൂടാതെ ഇന്നേ ദിവസം വളരെ ശുഭകരമായ യാത്രകൾക്കും അത്തരത്തിൽ വളരെ അനുകൂലമായ കാര്യങ്ങൾക്കും സാധ്യത കൂടുതലാകുന്നു. ഇന്നേ ദിവസം ശ്രദ്ധയോടെ തന്നെ മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമാണ്. അതല്ല എങ്കിൽ മാനഹാനി സംഭവിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. മറ്റൊരു രാശിയായി പരാമർശിക്കുന്നത് തുലാം രാശിയാണ്. തുലാം രാശിക്കാർക്ക് ഇന്നേ ദിവസം വളരെ ശുഭകരമാണ് എന്ന് തന്നെ പറയാം. കാരണം ഇന്നേ ദിവസം ഇവർക്ക് ചില അനുകൂലമായ കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കും. പ്രധാനമായും ധനപരമായ നേട്ടങ്ങൾ അഥവാ പണം സമ്പാദിക്കാനുള്ള അവസരങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും. പുതിയ വഴികളിലൂടെ പോലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം. കഠിനാധ്വാനത്താൽ ഇന്നേ ദിവസം ശുഭകരമായ ഫലങ്ങൾ, സന്തോഷകരമായ നിമിഷങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാം. ഇന്നേ ദിവസം ജീവിതത്തിൽ പുരോഗതി ദൃശ്യമാകുന്നതായ സമയമാണ് എന്നും നിസ്സംശയം പറയുവാൻ സാധിക്കും. ഇന്നേ ദിവസം സാക്ഷാൽ മഹാവിഷ്ണു ഭഗവാന്റെ കടാക്ഷവും നിങ്ങൾക്കുള്ളതിനാൽ തന്നെ നടക്കാത്തതായ ഏതാഗ്രഹവും നടക്കുവാനുള്ള കാര്യങ്ങൾ വന്നു ചേരാം. അല്ലെങ്കിൽ ആഗ്രഹ സാഫല്യങ്ങൾ സംഭവിക്കാം. ഇന്ന് പല കാര്യങ്ങളും കുടുംബത്തിന്റെ പല ആവശ്യങ്ങളും നിറവേറ്റുവാൻ സാധിക്കുന്നതായ അവസരം കൂടിയാണ് എന്ന് പറയാം. കൂടാതെ ഇന്നേ ദിവസം ശുഭകരമായ യാത്രകൾക്കും സാധ്യത കൂടുതലാകുന്നു. ബിസിനസ് ചെയ്യുന്നവരും കർമ്മ മേഖലയുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാം എന്ന കാര്യവും ഓർക്കുക. ദാമ്പത്യ ജീവിതത്തെക്കുറിച്ച് പറയുമ്പോൾ ഇന്നേ ദിവസം ഇണയുമായുള്ള ബന്ധം ശക്തമായി തന്നെ നിലനിർത്തുവാൻ നിങ്ങൾക്ക് സാധിക്കും. അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതായ ദിവസമാണ് എന്ന് നിസ്സംശയം പറയാം. ശരിയായ രീതിയിൽ ചിന്തിച്ച് ഇന്നേ ദിവസം പ്രവർത്തിക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. കാരണം ഇന്നേ ദിവസം അനാവശ്യമായ കാര്യങ്ങളിൽ ഇടപെടാൻ പാടില്ല. ചെയ്യുന്ന കാര്യങ്ങൾ കൃത്യമായി തന്നെ ചെയ്യണം എന്ന കാര്യവും ഓർക്കുക. അനാവശ്യമായ തർക്കങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരേണ്ട സൗഭാഗ്യങ്ങളെ തട്ടിത്തെറിപ്പിക്കും എന്ന കാര്യവും ഓർക്കുക. ഈ നിമിഷം പൊതുവെ നിങ്ങൾക്ക് അനുകൂലമാണ്. ഈ ദിവസം ശരിയായ രീതിയിൽ നിങ്ങൾ വിനിയോഗിക്കുക. മഹാവിഷ്ണു ഭഗവാന്റെ കടാക്ഷം കൂടി ഉള്ളതിനാൽ ചെയ്യുവാൻ സാധിക്കാത്തതായ പല കാര്യങ്ങളും ലഭിക്കില്ല എന്ന് വിചാരിച്ച കാര്യങ്ങൾ പോലും ഇന്നേ ദിവസം അനുകൂലമാകുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതൽ തന്നെയാകുന്നു. മറ്റൊരു രാശിയായി പരാമർശിക്കുന്നത് ധനു രാശിയാണ്. ധനു രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇന്നേ ദിവസം അനുകൂലമായി തീരുന്നതായ ദിവസമാണ് എന്ന് പറയാം. കാരണം ഇന്ന് സാക്ഷാൽ മഹാവിഷ്ണു ഭഗവാന്റെ കടാക്ഷം കൂടി നിങ്ങൾക്കുള്ള ഒരു ദിവസമാണ്. അതിനാൽ കാര്യങ്ങൾ അനുകൂലമായി തീരാം. നടക്കില്ല എന്ന് വിചാരിച്ച കാര്യങ്ങളിൽ പോലും അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. ശുഭകരമായ കാര്യങ്ങൾ സംഭവിക്കുകയും ഭാഗ്യം അനുകൂലമാവുകയും ചെയ്യുന്ന ദിവസമാകുന്നു. ആത്മവിശ്വാസവുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. പല കാര്യങ്ങളും ആത്മവിശ്വാസത്തോടെ ചെയ്യുവാൻ സാധിക്കും. ആത്മവിശ്വാസം വർദ്ധിക്കുന്നതായ സമയമാകുന്നു. കൂടാതെ ബഹുമാനം വളരെയധികം വർദ്ധിക്കും. സംസാരവുമായി ബന്ധപ്പെട്ട് ഇന്നേ ദിവസം അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. എന്നാൽ ശ്രദ്ധയോടെ തന്നെ ഈ കാര്യങ്ങൾ ചെയ്യേണ്ടതാകുന്നു. ഇന്നേ ദിവസം നിങ്ങളുടെ സംസാരത്തിൽ മാധുര്യം വർദ്ധിക്കുന്നതാകുന്നു. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നേട്ടങ്ങൾ ഇരട്ടിക്കുവാനോ അല്ലെങ്കിൽ പുതിയ വഴി തുറക്കുവാനോ സാധ്യത കൂടുതൽ തന്നെയാകുന്നു. ലാഭം ലഭിക്കുവാനുള്ള സാധ്യത ഇന്നേ ദിവസം കൂടുതലാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. സാമ്പത്തിക സ്ഥിതി വളരെ അനുകൂലമായി തീരുന്നതായ സമയമാണ്. ദാമ്പത്യ ജീവിതം നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കും. ദാമ്പത്യ ജീവിതത്തിലെ അല്ലെങ്കിൽ കുടുംബത്തിൽ നിലനിൽക്കുന്നതായ തർക്കങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. കുടുംബജീവിതത്തിൽ സന്തോഷവും സമാധാനവും കൈവരിക്കുവാൻ സാധിക്കും. ഇന്നേ ദിവസം സന്തോഷകരമായ യാത്രകൾക്ക് സാധ്യത കൂടുതലാകുന്നു. കൂടാതെ സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ടും സന്തോഷകരമായ നിമിഷങ്ങൾ വന്നു ചേരുക.
കാണാൻ ആഗ്രഹിച്ച ചില വ്യക്തികളെ കാണുക തുടങ്ങിയ കാര്യങ്ങളും സംഭവിക്കാവുന്നതാണ്. ഇന്നേ ദിവസം പൊതുവെ നോക്കുകയാണ് എങ്കിൽ ധനപരമായി അല്പം നേട്ടങ്ങൾക്കും സന്തോഷകരമായ നിമിഷങ്ങൾക്കും സാധ്യത കൂടുതലുള്ള സമയമാകുന്നു. എന്നാൽ അശ്രദ്ധ, അനാവശ്യമായ കാര്യങ്ങളിൽ ഇടപെടുക തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങളും വന്നു ചേരാം. ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. ഇന്നേ ദിവസം ഏകാദശി കൂടി ആയതിനാൽ തീർച്ചയായും മഹാവിഷ്ണു ഭഗവാന്റെ കടാക്ഷത്താൽ നിങ്ങളുടെ ജീവിതത്തിൽ അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും. എന്നാൽ ഇന്നേ ദിവസം ഭഗവാനെ ആരാധിക്കുന്നതും കൂടാതെ മഹാവിഷ്ണു ക്ഷേത്രങ്ങളിലോ വിഷ്ണു അവതാര ക്ഷേത്രങ്ങളിലോ ഇന്നേ ദിവസം ദർശനം നടത്തുന്നതും ഭഗവാന്റെ അറിയാവുന്ന മന്ത്രങ്ങൾ ജപിക്കുന്നതും ഏറ്റവും വിശേഷമാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. ഈ രാശിക്കാർ ഏവരും ഈ കാര്യങ്ങൾ കൂടി ചെയ്യുക.